ജാതി സെൻസസിൽ നിന്നും പിന്നോട്ടില്ലെന്ന ശക്തമായ സൂചനകളാണ് NDA പ്രധാന ഘടകകക്ഷിയും അതുപോലെ ബീഹാറിലെ ഭരിക്കുന്ന പാർട്ടിയുമായ ജനതാദൾ യുണൈറ്റഡ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം JDU പാർലമെന്റ് പാർട്ടിയുടെ യോഗം ബീഹാറിൽ ചേർന്നിരുന്നു. ജാതി സെൻസസ് എന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സുപ്രധാന അജണ്ടയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് അടുത്തിടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളിലും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. തൊട്ടു പിന്നാലെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് JDU കൂടി ആവശ്യപ്പെട്ടതോടെ BJP കടുത്ത ആശങ്കയിലാണ്. തത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ച സുപ്രധാന ആവശ്യത്തിനോട് സർക്കാരിലെ സുപ്രധാന പാർട്ടി കൂടി കക്ഷി ചേർന്നിരിക്കുകയാണ്. BJPയുടെ പ്രധാന സഖ്യകക്ഷികളിലൊന്നാണ് JDU. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ജാതി സെൻസസ് വേണമെന്ന ആവശ്യം ലോക്സഭയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു. അവർക്ക് പിന്തുണയുമായി DMKയും രംഗത്ത് വന്നതോടെ രംഗം കലുഷിതമായിരുന്നു. DMK അംഗം TR ബാലു തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് JDUവിൻ്റെ പിന്തുണയും എന്നതും ശ്രദ്ധേയമാണ്. ഇനി ജാതി സെൻസസ് പാർലമെന്റിൽ ചർച്ചയാകുമ്പോൾ NDAയിലെ ഘടകകക്ഷിയായ JDU ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന അപൂർവ കാഴ്ചക്കും പാർലമെന്റ് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ JDU അംഗം ഗിരിധാരി യാദവാണ് ജാതി സെൻസസിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ജാതി സെൻസസ് നടപ്പിലാക്കിയത്. അത് രാജ്യത്തുടനീളം സജീവ ചർച്ചയാവുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും JDU തന്നെ ഈ വിഷയം സജീവമാക്കുകയാണ്. രാജ്യവ്യാപകമായി വീണ്ടും ജാതി സെൻസസിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2025 നടക്കുമ്പോൾ ജാതി സെൻസസ് സജീവമായി നിർത്തേണ്ടത് JDUവിൻ്റെ ആവശ്യമാണ്. കാരണം ഇതേ ആവശ്യം ശക്തമായി മുന്നോട്ട് വെക്കുന്ന RJDയും കോൺഗ്രസുമാണ് മറുവശത്ത് നിൽക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷിയായ JDU കൂടി രംഗത്ത് വന്നതോടെ രാജ്യത്തുടനീളം സമഗ്രമായ ജാതി അധിഷ്ഠിത കണക്കെടുപ്പിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കാൻ പോലും JDU മടിച്ചേക്കില്ല എന്നതാണ് വാസ്തവം. 2014 അലയടിച്ച മോദി തരംഗത്തിനെ 2015 ബീഹാർ തെരഞ്ഞെടുപ്പിൽ പിടിച്ചുകെട്ടാൻ നിതീഷ് കുമാറിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച മഹാഗഠബന്ധന് സാധിച്ചിരുന്നു. അന്നും ജാതി സെൻസസ് എന്ന ആവശ്യമാണ് JDUവിനെ സഹായിച്ചത്. OBC വോട്ടുകൾ കൂട്ടത്തോടെ RJDയും JDUവും സ്വന്തമാക്കിയതാണ് ബീഹാറിൽ അന്ന് BJP നേരിട്ട തിരിച്ചടിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. OBC, ദളിത്, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കി മുസ്ലിം വിഭാഗത്തെ സഹായിക്കുന്നവരാണ് പ്രതിപക്ഷം എന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങളും BJPയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പഴയ ഹിന്ദുത്വ പരീക്ഷണത്തിന്റെ പുതിയ പതിപ്പായാണ് BJPയുടെ ഈ നീക്കം വ്യാപകമായി വിലയിരുത്തപ്പെടുന്നത്. 2014 BJP അധികാരത്തിലെത്തിയതിൽ പിന്നോക്ക ഹിന്ദു വോട്ടുകളും നിർണായകമായിരുന്നു. എന്നാൽ 10 വർഷത്തിനിപ്പുറം ആ വോട്ട് നിലനിർത്താൻ BJPക്ക് സാധിച്ചില്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2023 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന ആശയം വലിയ തോതിൽ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ സ്വാധീനിച്ചതും കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ജാതി സെൻസസിനോട് മുഖം തിരിച്ചാൽ അത് ബീഹാർ നിയമസഭയിൽ തിരിച്ചടിയാകുമെന്ന് JDU ഭയന്ന് തുടങ്ങിയിട്ടുമുണ്ട്. കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നതിനേക്കാൾ ബീഹാറിൽ പിടിമുറുക്കുന്നതിനാണ് JDU മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ BJP തള്ളിക്കളഞ്ഞ വിഷയം ഉയർത്തിപ്പിടിക്കുവാൻ തന്നെയാണ് JDU ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.